കഅന്ന കലിമാതിഹി ഹബ്ബാതു ദുർരിൻ ഇൻതളമത് ഫീ അഖദിൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ വായിൽ നിന്ന് വരുമ്പോൾ മുത്തുമണികൾ വരുന്ന പോലെയാണ്. കാന ലാ യശ്രിദു കലാമഹു കസ്ർദികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളാരും സംസാരിക്കുന്ന പോലെയല്ല. നബി തങ്ങളുടെ വർത്തമാനം ഏതൊരാൾക്കും ശരിക്കും മനസ്സിലാവും, ശരിക്കും മനസ്സിലാവുന്നത്. കാന കലാമുഹു ഫസ്ഹൻ. നിബിതങ്ങളുടെ വാക്കുകൾ വളരെ സ്ഫുടമായിരുന്നു. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് പറയുന്നത്. അങ്ങനെ അത്ഭുതം എന്താണെന്നറിയോ? അന്ന് മൈക്കില്ലല്ലോ. മുമ്പിലിരിക്കുന്ന ആളും ബാക്കിലിരിക്കുന്ന ആളും ഒരുപോലെ കേൾക്കുന്ന, അതാണ് പ്രത്യേകത. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിലൊക്കെ 1,23,000 ആളുകളെ നിബിതങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. 1,23,000. ഒക്കെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിന് കിട്ടിയ എന്തായിരിക്കും അവരൊക്കെ ചാകര. പക്ഷേ തങ്ങൾ സംസാരിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലിരിക്കുന്നവരും അറ്റത്തിരിക്കുന്നവരും ഒരുപോലെ കേൾക്കും. യസ്മഉഹു ദാനി വൽ ഖാസി. ദൂര അകലങ്ങളിൽ നിൽക്കുന്ന ആളും അരികത്തിരിക്കുന്ന ആളും ഒരുപോലെ കേൾക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില വിഷയങ്ങൾ ഇമ്പോർട്ടന്റ് ആകുമ്പോൾ തങ്ങൾ 3 പ്രാവശ്യം ആവർത്തിച്ചു പറയും. അത് തങ്ങളുടെ ഒരു രീതിയായിരുന്നു എന്ന് സ്വഹാബിമാർ അഷ്റഫുൽ ഖൽഖിനെ സംബന്ധിച്ച് പറയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി മാ ഹാദാ ബിവജ്ഹി കല്ലാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം അങ്ങനെയും പറയാറുണ്ട്. ഹിബ്റുൻ യഹൂദിയുൻ, ജൂതനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോഴേ ആളുകൾക്ക് ഒരുമിച്ച് കൂടി തങ്ങളെ കാണാൻ. ആ കൂട്ടത്തിൽ ഈ ജൂത പണ്ഡിതനുമുണ്ട്. അദ്ദേഹം മുസ്ലിമല്ല. ഇങ്ങനെ നോക്കി ഇവര് പറയുന്ന ഈ നേതാവ്. കാരണം അന്ന് 500 ആളുകളാണ് എല്ലാ ദിവസവും ഉച്ചവരെ നബിയെ വെയിറ്റ് ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് വരുന്നില്ല വിചാരിച്ച്, കമ്മ്യൂണിക്കേഷൻ മീഡിയ ഒന്നും ഇല്ലല്ലോ. അവിടെ ഇരിക്കും. ഉച്ച ചൂടാകുമ്പോ, വെയിൽ ചൂടാകുമ്പോ വീട്ടിലേക്ക് പോകും. പിന്നെയും വരും, വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ ഒരു ജൂതൻ ഈത്തപ്പന മുകളിൽ ഈത്തപ്പഴം പറിക്കുമ്പോഴാണ് തങ്ങൾ വരുന്ന കാഴ്ച കണ്ടത്. ആദ്യമായിട്ട് യാ ബനി ഖൗല, യാ ബനി ഖൗല, ഖൗലയുടെ മക്കളെ, ദാ ഹാദാ ഹമ്മുകും ജാ, നിങ്ങളുടെ ഓഹരി ഇതാ വന്നിരിക്കുന്നു, നിങ്ങളുടെ ഭാഗ്യം ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിച്ചു പറഞ്ഞത് അള്ളാഹു പറയിച്ചതൊരു ജൂതനെ കൊണ്ടാണ്. ഖൗലയുടെ മക്കളെ, നിസ്വാരികളുടെ ഖസ്റജി ഗോത്രത്തിന്റെ വല്യമ്മന്റെ പേരാണ് ഖൗല. അതുകൊണ്ടാണ് ഖസ്റജികളെ ഔസുകളെ വിളിക്കാൻ യാ ബനി ഖൗല, ഖൗലയുടെ മക്കളെ. നല്ല ഉഷാറുള്ള പെണ്ണുങ്ങളെ ബാപ്പമാർക്ക് പകരം ഉമ്മമാരിലേക്ക് അറബികൾ ചേർത്ത് വിളിക്കാറുണ്ട്. നല്ല തന്റെ ഉള്ള ചില പെണ്ണുങ്ങളെ പറ്റി പറയില്ല, ആ വീട്ടിലെ ഭർത്താവ് ഉപത്തേരാണ്, അടക്കി ഭരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ഉമ്മയായിരിക്കും ഈ ഖൗല എന്ന് പറഞ്ഞ പണ്ടെന്നോ കഴിഞ്ഞു പോയ. അപ്പോ അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞത് യാ ബനി ഖൗല ഹാദാ ഹവ്വുകും ഖദ് ജാ, ഇതാ വന്നിരിക്കുന്നു, നിങ്ങളുടെ ഭാഗ്യം ഇതാ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം താഴെ ഇറങ്ങി. അപ്പോഴേക്കും ആളുകൾ ദഫ്മുട്ടി വരികയായി ഹബീബിനെ സ്വീകരിക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നിവരിങ്ങനെ നോക്കി നിൽക്കാൻ. ആരായിരിക്കും ഇപ്പൊ ഇത്? അങ്ങനെയുണ്ടാവില്ല, സദസ്സ് ചെല്ലുമ്പോ അങ്ങനെ ചിലർ വെറുതെ നോക്കി നിൽക്കണവരുണ്ടോ, നോക്കി പഠിപ്പിക്കാൻ വേണ്ടി. അദ്ദേഹം ഇങ്ങനെ നോക്കുക. ഉടനെ പറഞ്ഞു വല്ലാഹി മാ ഹാദാ ബിവജ്ഹി കദ്ദാബ്, ആ മുഖം പറയുന്നുണ്ടത് നുണ പറയുന്ന ആളല്ല. എനിക്ക് അപ്പോഴേ മനസ്സിലായി അദ്ദേഹം ഒരു പണ്ഡിതനാണ്. കള്ളന്മാര് വേഗം തിരിച്ചറിയാൻ പറ്റുന്നല്ലേ പറയല്. പണ്ഡിതന്മാര് വേഗം തിരിച്ചറിയാൻ പറ്റും. ഓരോ വിഷയം അങ്ങനെയാണ്. ഓരോ ഫീൽഡിലെ ആൾക്കാർക്ക് ഒരു പോലെ വേഗം മനസ്സിലാവും. അവര് വേഗം ചങ്ങാതിമാരാവും ചെയ്യും. വളരെ പെട്ടെന്ന്. കുടിയന്മാർ എത്ര പെട്ടെന്നാണ് കമ്പനിയാവുക യാത്രയിലൊക്കെ. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ പറഞ്ഞു, ഹബീബിനെ ഞാൻ കണ്ടപ്പോഴേക്കും, ആ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നുണ പറയുന്ന ആളല്ല. മാ ഹുവ ബിവജ്ഹി കദ്ദാബ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് നബി തങ്ങൾ എന്താണ് ഈ പറയാൻ പോകുന്നത്. فقال فأول ما فتح നബി തങ്ങൾ ആദ്യമായി വായ തുറന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാനെന്ന് ശ്രദ്ധിച്ചു കേട്ടു. യാ അയ്യുഹന്നാസ് അഫ്ശുസ് സലാം വത്ഇമു അത്'ആം സിലുൽ അർഹാം സല്ലു ബില്ലൈലി വന്നാസു നിയാം. അന്ന് നബി തങ്ങളുടെ മുഖത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആ മുഖം പറയും, നുണ പറയുന്ന ആളല്ല.
ഹബീബിന്റെ പല്ലുകൾ ഇടയുള്ളതാണ്, അടുത്ത് നിൽക്കുന്ന പല്ലുകളല്ല. ചെറിയൊരു വിടവ്, ഓരോ പല്ലിനേടി ചെറിയ ഗ്യാപ്പ് ഉണ്ട്. മുഫല്ലജുൽ അസ്നാൻ, അതൊരു സൗന്ദര്യത്തിന്റെ അടയാളമാണെന്ന് പറയാം. അങ്ങനെ പണ്ടൊക്കെ പൂച്ചക്കണ്ണ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കളിയാക്കിയിട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു കണ്ണുണ്ടായാൽ മതിയായിരുന്നു എന്നാ ചില പെണ്ണുങ്ങളൊക്കെ ആലോചിക്കുക. അന്ന് സ്കൂളിലൊക്കെ എത്ര പേര് പൂച്ചക്കണ്ണത്തി എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി കുറെ ഇടങ്ങാറായിട്ടുണ്ടാവും. പിന്നെ ബ്ലൂ ആയി, ഗ്രീൻ ആയി, എന്തൊക്കെയെന്നത്തെ കൺസെപ്റ്റ് കണ്ണിലൊക്കെ പറ്റിച്ചു വെക്കുക ചിലര്. സൗന്ദര്യത്തിന്റെ ഒരു അടയാളമാണ് ഫലജ്. പല്ലുകൾക്ക് ചെറിയ വിടവുണ്ടാവാൻ, ഇടതിങ്ങി നിൽക്കുന്ന പല്ലല്ല, ചെറിയ, അതിനുള്ള ഭക്ഷണാംശങ്ങളൊന്നും കുടുങ്ങൂല, വൃത്തിയും ഉണ്ടാവും. ചെറിയ ഇടവുള്ളത് അതൊക്കെ അല്ലാഹു തആല നൽകിയാൽ തന്നെ കിട്ടുള്ളൂ അല്ലെ. പല്ലൊന്നും കുത്തിപ്പൊട്ടിക്കേണ്ട കാര്യമില്ല അതിന്. തങ്ങളുടേത് അങ്ങനെയായിരുന്നു. മുഫല്ലജൽ അസ്നാൻ, ആ പല്ലുകൾ വെളുത്ത മുത്തുകളാണെന്ന് തോന്നുന്നതാണ്. അങ്ങനെയാണ് ഹബീബിന്റെ പല്ല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുമായിരുന്നു, വലൗലാ അൻ അശഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാഹ്. എന്റെ ഉമ്മത്തികൾക്ക് ഭാരമാകുമോ എന്ന് പേടിച്ചതുകൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഓരോ നിസ്കാരത്തിന് പോകുമ്പോഴും നിങ്ങൾ ബ്രഷ് ചെയ്യണം എന്ന് ഞാൻ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നിസ്കാരത്തിന് നിങ്ങൾ ബ്രഷ് ചെയ്യണേ എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഞാനത് പറഞ്ഞാൽ അത് നിങ്ങളുടെ ശരീഅത്തായിട്ട് മാറും. ഞങ്ങൾ നിസ്കരിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 രാത്രി, 4-ാമത്തേത് ആളുകൾ അങ്ങോട്ട് കൂടി തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. പിറ്റേന്ന് ദിവസം നബിയെ ഞങ്ങളൊക്കെ വന്നിട്ട് അങ്ങ് വന്നില്ലല്ലോ. ഖശീസു അൻ തുഫറദ അലൈക്കും, നിങ്ങളുടെ ആവേശം കണ്ടാലേ ഇത് അല്ലാഹു ഫർളാക്കുമോ എന്ന് ഞാൻ പേടിച്ചു. പിന്നെ നിങ്ങൾക്ക് ശേഷം വരുന്ന ആൾക്കാർക്ക് എത്ര ആവേശം ഉണ്ടാവില്ല, അവർക്കത് ഭാരമാവും. അതുകൊണ്ട് ഞാൻ വരാതിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്ഫീഫാൻ, ഈ ഉമ്മത്തിലെ എല്ലാവരെയും പരിഗണിക്കുക നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലവർ ഫർളായിക്കോട്ടെ, ഞാൻ 40 നിസ്കരിക്കുമല്ലോ, പക്ഷെ അത്ര ആവേശം ഈ ഉമ്മത്തിലെ ബാക്കിയുള്ളവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ ഉമ്മത്തിലെ എല്ലാവരെയും പരിഗണിക്കും ശരീഅത്ത്. അതാണ് ഈ ശരീഅത്തിന്റെ പ്രത്യേകത. പറ്റാത്തവരുണ്ടാവും, എനിക്ക് അത്ര മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെയാണ്. ഇമാം ഇബ്നു സഅലബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന്, യാ മുഹമ്മദ് നബി തങ്ങളെ, ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മോനെവിടെ എന്ന് ചോദിച്ചു സദസ്സിലേക്ക് വന്നപ്പോ പറഞ്ഞു, ദാ ആയിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു നബി തങ്ങളെ കാണിച്ചു കൊടുത്തു. ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മകനെ എന്ന് വലിയ പ്രായമുള്ള ഒരാളാണ്, ഒരു വയസ്സനായ ഒരു അറാബി. നബി തങ്ങളുടെ പേരല്ല വിളിക്കണത്, കാരണം നിങ്ങളുടെ വലിയപ്പൻ എനിക്ക് പരിചയമുണ്ട് എന്ന് കാണിക്കാനാണ് ആ പേര്. നബി തങ്ങളുടെ പേര് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അദ്ദേഹത്തിന് അറിയാം. ചില പറയില്ലേ, നമ്മളെ തറവാടൊക്കെ നല്ല പരിചയമാണല്ലോ, ഈ വല്ല അന്ത്രോന്റെ വേറെ കുട്ടിയല്ലേ എന്നൊക്കെ. അതവരുടെ കുറെ അന്ത്രന്മാരാണ് അല്ലേ. കാസർഗോഡൊക്കെ എന്താഴ്ചയായി മാറും അബ്ദുള്ള. അപ്പോ നീ എന്താഴ്ചാലും മോനല്ലേ, വേറെ കുട്ടിയല്ലേ നിൽക്കുമ്പോ അവൻ അറിയുന്ന ആളാ, അറിയപ്പെടുന്ന ആളായിരിക്കും ചിലപ്പോ. പക്ഷെ എന്നാലും വല്യപ്പാനെ പറയുമ്പോ നിന്റെ കുടുംബക്ക് നല്ല പരിചയമുണ്ട് എന്ന ഒരു ഇബ്നു അബ്ദുൽ മുത്തലിബ് അജബതുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തന്നിരിക്കുന്നു എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, മൻ റഫഅ അസ്സമാ, ആരാണ് ഈ ആകാശത്തെ ഈ ഗോളങ്ങളും സൂര്യനൊക്കെ ഉണ്ടാക്കിയത്? അല്ലാഹുവാണ് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ നശബൽ ജിബാൽ, ആരാണ് ഈ പർവ്വതങ്ങളൊക്കെ ഉണ്ടാക്കിയത്? അല്ലാഹുവാണ്. വമൻ ബസഖൽ അർള, ആരാണ് ഈ ഭൂമിയെ ഇങ്ങനെ വിശാലമാക്കി തന്നത്? ആരാണ്? അല്ലാഹുവാണ്. ഞാൻ ചോദിച്ചോട്ടെ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ചോദ്യത്തിൽ ഇച്ചിരി കടുപ്പമുണ്ടാവും, എന്നോടൊന്നും തോന്നരുത്. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഞാൻ എന്റെ ചോദ്യം ഇച്ചിരി കടുപ്പമുള്ള ചോദ്യമാണ്, പക്ഷെ അതുകൊണ്ട് എന്നോട് വെറുപ്പൊന്നും തോന്നരുത് മോനെ. ഇല്ല തോന്നൂല, ചോദിച്ചോളൂ. സൽമാ ബദാലക്, നിങ്ങൾക്ക് തോന്നിയത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു സദസ്സിലാണെന്ന് മനസ്സിലാക്കണം. നബി തങ്ങളുടെ അസ്ഹാബിന്റെ മുമ്പിലാണ്. എന്നിട്ടാണ് ചോദിക്കുന്നത്, അസ്അലുക ബില്ലദീ റഫഅ അസ്സമാ വനസബൽ അർള വബസതൽ അർള, أسألك بالذي رفع السماء ونصب الجبال وبسط الأرض الله أرسلك إلينا نبيا. ഈ ആകാശം ഉയർത്തിവെക്കുകയും പർവ്വതങ്ങളെ നാട്ടിവെക്കുകയും ഭൂമിയെ പരത്തി സംവിധാനിക്കുകയും ചെയ്ത അള്ളാഹുവിനെ വെച്ച് ചോദിക്കട്ടെ, ആ അള്ളാഹു ആണോ നിങ്ങളെ നബിയാക്കി പറഞ്ഞയച്ചത്? ഈ നഅം, അതെ. ഈ അല്ലാഹ്, അറബിയിൽ ഈ എന്ന് പറഞ്ഞാൽ നഅം എന്നർത്ഥമുണ്ട്, അതെ എന്നർത്ഥമുണ്ട്. ഈ അല്ലാഹ്, അതെ. വീണ്ടും തന്നെ പറഞ്ഞു, ആകാശം ഉയർത്തിയവനും പർവ്വതങ്ങളെ സ്ഥാപിച്ചവനും ഭൂമിയെ സൃഷ്ടിച്ചവനും ആ റബ്ബിനെ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, ആ അല്ലാഹു ആണോ 5 നേരം നിസ്കരിക്കണം നിങ്ങളോട് ഞങ്ങളോട് പറയാൻ പറഞ്ഞത്? അതെ, ഈ അല്ലാഹ്.
ചോദിച്ചു റമളാനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്. നബിയെ ഞാനത് പറഞ്ഞുതരാം. അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞതുണ്ടല്ലോ, അത് ഞാൻ ചെയ്യും. അതിലേറെ ഒന്നും ഞാൻ ചെയ്യൂല, ഒന്നും ഞാൻ ഏറെ ചെയ്യൂല. പിന്നെ അങ്ങ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യൂല. പക്ഷെ സുന്നത്തായി ഒരുപാട് നിസ്കരിക്കാം, സുന്നത്തായിട്ട് ഒരുപാട് നോമ്പ് കൊടുക്കാം, സുന്നത്തായിട്ട് സദഖ കൊടുക്കാം, ഇതൊന്നും ഞാൻ ചെയ്യൂല. എന്നെ കൊണ്ട് അതിന് പറ്റൂല. കുഴപ്പമില്ലല്ലോ, ഇല്ല എന്ന് പറഞ്ഞു. എന്നാ ഞാൻ വരികയാണ്, ഞാൻ പോവുകയാണ്. അന ദിമാം ഇബ്നു സഅലബ, എന്റെ പേര് ദിമാം ഇബ്നു സഅലബ എന്നാണ് തങ്ങൾ പറഞ്ഞു. സന്തോഷം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ ഒരു വർത്തമാനം അംഗീകരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പോകുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ലഹ റജുൽ ഇൻ സദഖ, ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ വിജയിക്കും. അയാൾ പറഞ്ഞല്ലോ ഞാൻ ഇതിലേറൊന്നും ചെയ്യൂല നബിയെ, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഞാൻ ഫർദ് നിസ്കരിക്കുള്ളൂ, അതിനപ്പുറം എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യൂല. ആയിക്കോട്ടെ, നിങ്ങൾ ആ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ റിവായത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളെ കാണണോ, ദാ നോക്കിക്കോ എന്ന് പറഞ്ഞു. അത്രയും ദീൻ അള്ളാഹുവിന്റെ റസൂൽ സിമ്പിളാക്കി കൊടുത്തു. കാരണം എല്ലാവർക്കും ഒരുപോലെ കഴിയില്ലല്ലോ, അങ്ങനെയാണ്, എല്ലാവർക്കും ആ ആവേശം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തങ്ങൾ ബ്രഷ് ചെയ്ത് തങ്ങളുടെ പല്ലുകൾ ഇടവുള്ളതാണ്, ചെറിയ ഇടയുണ്ട് പല്ലുകൾക്കിടയിൽ എന്നൊക്കെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ബ്രഷ് ചെയ്യാൻ നബി തങ്ങൾക്ക് പറയാൻ, ഓരോ നിസ്കാരത്തിനും മുമ്പ് നിങ്ങൾ ബ്രഷ് ചെയ്യണം, അള്ളാഹുവിന് മുമ്പിലേക്കല്ലേ പോകുന്നത് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനർത്ഥം എന്താ, നമ്മൾ പറ്റുന്നവരൊക്കെ അത് ചെയ്യണം എന്നാണ്. നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. രാവിലെ തന്നെ ബ്രഷ് ചെയ്യാതെ കഥ പറയാതിരിക്കുന്നവരുണ്ട്. ഒരു മനുഷ്യനോട് എന്റെ വായ വാസനിക്കുന്നവരൊക്കെ പറയാൻ കഴിയില്ല. ചിലപ്പോൾ മുഖം വെച്ച് പോലെയൊക്കെ ഉണ്ടാവുള്ളൂ. ചിലക്കത് അസുഖമായിട്ട് വരുന്നവരുണ്ടാവും. അത് കണ്ടറിയണമെന്നാണ്. ചിലർ വർത്താനം അടുത്തെങ്ങാനും വല്ല ഫ്ലൈറ്റിലും അടുത്ത് വിട്ട് വർത്താനം തുടങ്ങി വായ മണക്കമുണ്ടെങ്കിൽ എന്താ കാലാവസ്ഥ, എണീറ്റ് ഓടാനും പറ്റൂല, ഇയാളെ വർത്താനം നിർത്തണില്ല. അള്ളാഹുവിന്റെ മനുഷ്യർക്ക് എന്തൊക്കെ പ്രയാസമുണ്ടോ അത് മലക്കുകൾക്ക് പ്രയാസമാണെന്നാണ്. നമസ്കരിക്കാൻ നിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും മനുഷ്യന്മാർക്ക് ഈ വായനാറ്റം ബുദ്ധിമുട്ടുണ്ടോ, അത് നിങ്ങളുടെ കൂടെയുള്ള മലക്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ ഉള്ളി നിന്നിട്ട് പച്ച ഉള്ളി നബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചയിൽ അത് കടിച്ചതിന്റെ വാസന വരുന്ന രീതിയിൽ കുക്ക് ചെയ്തിട്ട് ഭക്ഷിക്കാം. അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു നബിതങ്ങൾ അന്ന് വീട്ടിൽ സ്വീകരിച്ചിട്ട് നബിതങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. അബൂ അയ്യൂബ് തങ്ങളും ഭാര്യയും തങ്ങൾ കഴിച്ചതിന്റെ ബാക്കി മതി എന്ന് പറയും. ആദ്യം പക്ഷെ നബിതങ്ങളോട് ഒരിക്കലും നബിതങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. അവരാകെ പേടിച്ചു, എന്റെ നബിയങ്ങൾ കഴിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു മദീനത്തിൽ വന്ന അന്ന് ആദ്യം താമസിച്ച വീട്. തങ്ങൾ പറഞ്ഞു, ഇല്ല, അതിൽ ഉള്ളിയുണ്ട്, അത് ഞാൻ കഴിക്കാറില്ല. അതിനുശേഷം അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങൾ പച്ചുള്ളി തന്നിട്ടില്ല, എനിക്ക് വേണ്ട. നബിതങ്ങൾക്ക് ചരങ്ങ ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരങ്ങ അങ്ങനെ നോക്കി കഴിക്കുന്നത് കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ചരങ്ങയോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ഒരു കൂടി ഉണ്ടായിരുന്നു, അതൊരു തമാശക്ക് വിട്ടതാണെന്നെങ്കിൽ മനസ്സിലായി അല്ലേ, വെറുതെ തമാശാക്കിയ എല്ലാം ഇടരുന്ന് ചരങ്ങ് കൊടുക്കും. അല്ല, പെണ്ണുങ്ങൾ ഇയാൾ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്ത കാര്യം ചിലപ്പോ. അപ്പോ നബിതങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ നമ്മുടെ വയറിന്റെ പുക്കിൾ ഭാഗത്തേക്ക് വരുന്ന ഒരു ചെറിയ ചെറിയ മുടി, കൊച്ചുമുടികളാലുള്ള ഒരു ലൈൻ നബി തങ്ങളുടെ ദേഹത്തുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ചെസ്റ്റിലോ വയറ്റിന് മീതെയോ അധികം മുടിയുണ്ടായിരുന്നില്ല. ഒരു ചെറിയ ലൈന് പോലെ, നേർത്ത ഒരു വര പോലെ മുടിയുണ്ടായിരുന്നു തങ്ങളുടെ പൊക്കിൾ വരെ എന്നാണ് ദഖീഖുൽ മസ്റബ. ഇതൊന്നും ഷെയ്വ് ചെയ്യാൻ വെക്കണ്ട, തങ്ങളുടേത് അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മ മനസ്സിലാക്കി. നിബിതങ്ങളുടെ ചെസ്റ്റും നിബിതങ്ങളുടെ വയറും ഒരുപോലെയായിരുന്നു. നമ്മളൊക്കെ ശ്വാസം പിടിച്ച് നിൽക്കണേന്ന് ഈ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ വയറും ചെസ്റ്റും ഒരുപോലെയായിരുന്നു. ഈ തടി ഇല്ലാത്തൊരു റബ്ബെ, തടി ഉണ്ടായാൽ മതി എന്ന് ഗുളികയും കഷായം കുടിക്കുന്ന ആൾക്കാരുണ്ട്.
ലേഹ്യൊക്കെ ചില പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് അതങ്ങ് ഉണ്ടായാൽ പോകാൻ കുടുങ്ങി പോവുകയും ചെയ്യും അല്ലേ? ശരീരം വരെ വെൽ ബിൽറ്റ് ആവുക എന്നുള്ള വലിയൊരു നിഅമത്താണ്. ചിലർ വലിയ അഭിമാനം പറയും, ഞാൻ വളരെ തടി കണ്ടോ, ഇവിടെ എല്ലാം വാരി വെച്ച് തിന്നനാണ്. പക്ഷെ ചില കുടുംബങ്ങളിൽ ഒരു തടി വെക്കൂല, അങ്ങനത്തെവരുണ്ട് ചിലരുടെ ശാരീരിക പ്രകൃതം അങ്ങനെയാണ്. എത്ര പ്രസവിച്ചാലും വയറ് ചാടാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവും ചിലപ്പോ. ചില കുടുംബ പാരമ്പര്യങ്ങൾ വരുന്നുണ്ട്. അല്ലാത്തൊരു പച്ചവെള്ളം കുടിച്ചാൽ തടി വെക്കുന്നവരുണ്ടാവും, അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ശരീരം കൺട്രോൾ ചെയ്യാം, പരമാവധി ആഞ്ഞു പിടിച്ചു നോക്കുക. ചിലവരെ സൽക്കാരത്തിന് വരുമ്പോഴല്ലേ, കല്യാണത്തിനൊക്കെ വരുമ്പോ എപ്പോഴേലൊക്കെ തിന്നാ എന്നും കല്യാണമുള്ള ഒരവസ്ഥ എന്താ? എന്നും സൽക്കാരമാണെങ്കിൽ വലിയ പ്രയാസമാണ്. പക്ഷെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരല്പം ഭക്ഷണം കൺട്രോളും ഒരു ഡയറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം. ഡയറ്റിംഗ് ആണ് കേട്ടോ, ഡേറ്റിംഗ് അല്ല. നമ്മൾ ചിലർ പറയുമ്പോഴൊക്കെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു പോകാറുണ്ട്. മഹാമോശമുള്ള വാക്കാണ് ഡേറ്റിംഗ് എന്നാല്. ചെറുപ്പക്കാർക്ക് അത് അറിയാൻ പറ്റും. കല്യാണം കഴിക്കാത്ത പെൺകുട്ടിന്റെ ഒപ്പം ജീവിക്കുക എന്നതിന്റെ അർത്ഥം ഡയറ്റിംഗ് ആണ്. ഡയറ്റിംഗ് ആണ്, ഭക്ഷണം കൺട്രോൾ ചെയ്യുക. അപ്പൊ അങ്ങനെയെങ്കിലും നമുക്ക് നെഞ്ചും വയറും ഒരുപോലെ ആവുക. നബി തങ്ങളുടേത് അങ്ങനെയാണ്. വഫാത്താകുന്നവരെ അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടവയറുണ്ടായിരുന്നില്ല, വയറ് ചാടിയിട്ടില്ലായിരുന്നു തങ്ങളുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ നെഞ്ചകം വീതിയുണ്ടായിരുന്നു, ചെസ്റ്റ് വീതി ഉണ്ടായിരുന്നു വീട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഷോൾഡറിൽ നിന്ന് നബി തങ്ങളുടെ തോളിന്റെ അറ്റം വരെ വീതിയുണ്ടായിരുന്നു. ചെസ്റ്റ് വീതിയുണ്ട്, ഷോൾഡറും വീതിയുണ്ട്, നല്ല ഹൈറ്റുമുണ്ട്. എന്നാൽ ഓവർ ഹൈറ്റ് അല്ല, പാകമായ നല്ല രസമുള്ള നിറവും പ്രകാശം സ്ഫുരിക്കുന്ന ശരീരവും. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.